CHEGU. ഇതെന്തോന്ന് പേരാ? എന്തു പറ്റി സാർ? ഇന്നേതോ പുതിയ IPS വരുന്നുണ്ടത്രേ. 25 വയസ്സ് മതി ഇപ്പോൾ IPS ആകാൻ. ഇങ്ങനെയാ IPS വേഗം കിട്ടും. കോൺസ്റ്റബിളിൽ നിന്ന് ASI, SIയിൽ നിന്ന് സബ് ഇൻസ്പെക്ടറിൽ നിന്ന് ഇൻസ്പെക്ടർ ആകാൻ ഞാൻ 40 വർഷം എടുത്തു. കട്ടിയുള്ള 4 ഇംഗ്ലീഷ് വാക്ക് തട്ടാൻ പ്രാപ്തി ഉണ്ടായാൽ മതി, അവൻ IPS ആയിരിക്കും. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെന്താ സാറേ ഇതെന്താ സാറേ എന്ന് ചോദിച്ച് നമ്മളെ വെറുതെ കഷ്ടപ്പെടുത്തും. എന്തു തന്നെയായാലും എക്സ്പീരിയൻസ് അതൊക്കെ ശരി തന്നെ. എന്നാൽ ഇതെന്തൊരു പേരാ? ഇവൻ ചൈനക്കാരൻ തന്നെയാണ് സാർ. മോഹൻ. ആരാ? ACP സാർ. അകത്തേക്ക് വാ. തീപ്പെട്ടി എന്താണോ ഇത്? സാറ് വരാൻ വൈകിയപ്പോ 10 മിനിറ്റിനുള്ളിൽ മുഴുവൻ ഫോഴ്സും അസംബിൾഡ് ആവണം. ഫോൺസ്, വെപ്പൺസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സാർ പൊട്ടന ഞാൻ ചെഗുവേര ആരാന്നറിയോ? എവിടെയോ ജനിച്ച് എവിടെയോ വളർന്ന് വലിയ വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ് കുഷ്ഠരോഗികൾക്ക് വേണ്ടി മോട്ടോർ ബൈക്കിലെ പോയി കഷ്ടപ്പെട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിലെ അടിമപ്പണിക്കാർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആയുധമെടുത്ത് ക്യൂബ എന്ന നാട്ടിൽ പോയി താമസിച്ച് അവർ കൊടുത്ത അധികാരങ്ങൾ നിരസിച്ച് ബൊളീവിയൻ നാട്ടിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വീണ്ടും ആയുധമെടുത്ത് ചരിത്രത്തെ മാറ്റിയെഴുതിയ ധീരനും വീരനുമായ യോദ്ധാവാണ് ചെഗുവേര. അറ്റൻഷൻ, നാഷണൽ ആന്തം. സാർ ഇവിടെ എന്തിനാ സാർ? എൻകൗണ്ടർ ചെയ്യാൻ. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല? ഇല്ല സാർ. എന്നാൽ ഇപ്പൊ ചെയ്യാം. മന്ദാരച്ചപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ. കവർ എടുക്ക് സാർ. ഇവനെന്തിനാ കരയുന്നേ? സാറിന് കൊള്ളുമ്പോ അറിയാം സാർ.
സൂര്യ. ഏയ് മോഹൻ, സർ, ഇയാൾ എന്താ പറഞ്ഞത്? ആള് ചത്തുപോയി സർ. ചത്തുപോയെന്ന് എനിക്കറിയാം, എന്നാ ചാകുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? പച്ചത്തെറിയാ സാറേ. എന്ത് തെറി? പട്ടിത്താ. തെറി പറയുന്നടാ, തെറി പറയുന്നടാ. ഞാൻ അരുൺ, അവൻ സൂര്യ. എൻ്റെ അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടുപോയി. അമ്മയാണ് പിന്നെ എല്ലാം ചെയ്തത്. എല്ലാ ദിവസവും ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഓടുന്നതാണ് എൻ്റെ ബാല്യകാല ജീവിതം. സൂര്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ സാധാരണക്കാരനായ അരുണിനെ ചെഗുവേരാക്കിയത് അവനാണ്. എൻ്റെ ഇൻസ്പിറേഷൻ, എൻ്റെ ഹീറോ. ബോക്സിംഗ് ആണ് എൻ്റെ ലക്ഷ്യം. IPS എന്നാൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ നീ ഇതെവിടേക്കാ? പഠിക്കാനൊന്നുമില്ലേ? ഗ്രൗണ്ടിലെ അമ്മ സൂര്യ എപ്പോ കാത്തിരിക്കുന്നു. നോക്കിയാലും ഒരു സൂര്യ 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 പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ നുണയാ പറഞ്ഞ സൂര്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാ ഞാൻ ആരാണെന്ന് അവനറിയില്ല. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാ, അവൻ ഇംഗ്ലീഷ് സ്കൂളിലാ. ഞാൻ 3ാം ക്ലാസ്സിലും അവൻ 10ാം ക്ലാസ്സിലും. അവൻ പഠിപ്പിൽ നമ്പർ 1, സ്പോർട്സിലും നമ്പർ 1. അവൻ്റെ അടുത്ത് നല്ല സൈക്കിളുണ്ട്, നല്ല ഗേൾഫ്രണ്ടും. അവൻ ആരാണെന്ന് അവൻ്റെ ബാഗിലെ സ്റ്റിക്കർ പറയും. ഡെയിലി അവനെ കാണാനാണ് ഞാൻ പോകുന്നത്. എന്നെങ്കിലും ഞങ്ങൾ ഫ്രണ്ടാവും. എടാ 6ആ. ഔട്ടാടാ. അതാ നോക്ക് നിന്റെ കാലിന്റെ അടയാളം. കുറ്റിക്കൊന്നും തന്നാലുണ്ടല്ലോ വെറുതെ. അതാ അവിടെ ഇരിക്കുന്നവൻ കണ്ടിട്ടുണ്ടാവും. അവനോട് ചോദിക്കാം. അവൻ ഔട്ട് പറഞ്ഞാൽ നിനക്ക് ആ തരാം. ചോദിക്കാം. എടാ കുട്ടാ, അത് 6 അല്ലേ? ഔട്ട്. ഞാൻ സത്യമാണ് പറഞ്ഞത്, പക്ഷെ സൂര്യയ്ക്ക് അത് അത്രയും ഇഷ്ടമായില്ല. ആര് നുണ പറഞ്ഞാലും മുഖം നോക്കി അവനത് മനസ്സിലാക്കും. ഇതാണ് എനിക്കും സൂര്യയ്ക്കും ഇടയിലുണ്ടായ ആദ്യത്തെ പ്രശ്നം.